TCLN പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CUT PG 2025 എക്സാം ഷെഡ്യൂളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ എസ്പെഷ്യലി HUQP 21 എന്ന് പറയുന്ന പേപ്പർ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോസ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ഒന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അല്ലെ, CUT PG MSW സിലബസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് CUT PG MSW ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ കാണാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നമുക്കറിയാം, NT നമുക്ക് ഒരു കൃത്യമായിട്ട് 9 മൊഡ്യൂളുകളുള്ള ഒരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ആ സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്, സോഷ്യൽ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ എൻവയോൺമെന്റ് കോൺസെപ്റ്റ്, എക്കണോമിക്കൽ കോൺസെപ്റ്റ് തുടങ്ങിയ ആ ഒരു മൊഡ്യൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഇൻഡെപ്ത് എന്നുള്ള ചോദ്യങ്ങൾ കാണാൻ പറ്റാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് സിലബസുമായിട്ട് അങ്ങനെ ഒരു ഡയറക്ട്ലി ബന്ധമൊന്നുമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ കാണാൻ പറ്റാറുണ്ട്. ഒരു കൈൻഡ് ഓഫ് ജനറൽ ടേമിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റാറുണ്ട്. ഒരുപക്ഷെ ഒരുപാട് സ്കീമുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അതൊന്നും ഡയറക്റ്റ്ലി നമുക്ക് സിലബസിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇൻഡയറക്ട്ലി ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത്തരത്തിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഇൻഡയറക്ട്ലി വരുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സിലബസ് മാത്രം അല്ലെങ്കിൽ ആ 9 മൊഡ്യൂൾസ് മാത്രം പഠിച്ചത് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് നല്ല രീതിയിൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. പക്ഷെ നമ്മുടെ ഒരു അസംഷന് എതിരായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ആകുമ്പോൾ എപ്പോഴും ഉണ്ടാക്കുക, ഈ രണ്ട് രീതിയിലുള്ള പ്രിപ്പറേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് നമ്മൾ കൂടുതലായി അഡീഷണൽ ആയി പഠിക്കേണ്ടത്, സിലബസിന് അപ്പുറത്തേക്ക് നമ്മൾ എന്തൊക്കെ പഠിക്കണം? സിലബസ് മാത്രം പഠിച്ചത് കൊണ്ട് നമുക്ക് നല്ലൊരു ഹയർ സ്കോർ കിട്ടില്ല എന്നോ പാസ്സാവില്ല എന്നോ അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല എന്നൊന്നല്ല. നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, നമുക്കറിയാം സോഷ്യൽ വർക്കിലൊക്കെ ആണെങ്കിൽ ടിസ്, അതുപോലെ തന്നെ ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തുടങ്ങിയ നല്ല ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നല്ല സ്കോർ ആവശ്യമാണ്. അപ്പൊ ആ നല്ല സ്കോർ, നിങ്ങളുടെ CUT സ്കോർ ഏറ്റവും ബെസ്റ്റ് സ്കോർ ആക്കാൻ വേണ്ടി നിങ്ങൾ എന്താക്കുക, ഈ കാര്യങ്ങൾ കൂടി കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഇത് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ആദ്യം വരുന്നത് സ്കീംസുകളാണ്. നമുക്കറിയാം നമ്മുടെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്തമായ മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റുകൾ ഒക്കെ നമുക്ക് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണ്. ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഓരോ വർഷം ആ ഒരു ഏത് ഗ്രൂപ്പിനെയാണോ അവർ അഡ്രസ് ചെയ്ത ആ ഗ്രൂപ്പിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവർ വ്യത്യസ്തമായുള്ള സ്കീമുകൾ, പ്രോഗ്രാമുകൾ, പ്രൊജക്ടുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്കീമുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്കീം പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ആ സ്കീം ലോഞ്ച് ചെയ്ത വർഷം ഏതാണ്, അതുപോലെ സ്കീമിന്റെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ആ സ്കീം ലോഞ്ച് ചെയ്ത വർഷം പഠിച്ചു വെക്കുക, ദെൻ അതുപോലെ തന്നെ അത് ഏത് മിനിസ്റ്ററുടെ അണ്ടറിലാണ്, ദെൻ ആരാണ് അത് ഇനാഗ്രേറ്റ് ചെയ്തത്, ദെൻ ലാസ്റ്റ് വൺ ഈസ് എന്താണ് അതിന്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ആ സ്കീംസിൽ പഠിച്ചിരിക്കേണ്ടത്. ഇനി മറ്റൊന്നാണ് ലെജിസ്ലേഷൻ. സോഷ്യൽ ലെജിസ്ലേഷന്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായ ലോസുകൾ, ആക്ടുകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ BSF പഠിച്ച ആളുകളാണെങ്കിൽ പേപ്പർ പഠിക്കാനുണ്ട്. ലീഗൽ ഇൻഫർമേഷൻ ഫോർ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്ന പേപ്പറിനെ പഠിക്കാനുണ്ട്. അതുപോലെ MSM പഠിക്കാനുണ്ട്. അതുകൊണ്ട് സോഷ്യൽ വർക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ലോസ് ആൻഡ് ആക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ. അപ്പൊ അതിൽ നമുക്കറിയാം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, JJ ആക്ട്, പോക്സോ ആക്ട് തുടങ്ങിയ വ്യത്യസ്തമായ വൾണറബിൾ, വിമൻസിനാണെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്, സീത ആക്ട് ഉണ്ട്, പോഷ് ആക്ട് ഉണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ ആക്ടുകളുണ്ട്. അതുപോലെ തന്നെ ചിൽഡ്രൻസിനാണെങ്കിൽ JJ ആക്ട് ഉണ്ട്, പോക്സോ ആക്ട് ഉണ്ട്, വ്യത്യസ്തമായ ആക്ടുകൾ അവർക്കുണ്ട്. അങ്ങനെ ഓരോ വൾണറബിൾ കാറ്റഗറീസിനും വ്യത്യസ്തമായുള്ള രീതിയിലുള്ള ആക്ടുകൾ, ലോസുകൾ നമ്മുടെ രാജ്യത്ത് ലെജിസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ അതിന്റെ വർഷം പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതിൽ പറയുന്ന കീ പ്രൊവിഷൻസും കൂടെ നമ്മൾ പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ് അതിൽ കൊണ്ടുവന്ന പുതിയ പ്രൊവിഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇവിടെ നമുക്കൊരു ചാൻസ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനുള്ള ക്വസ്റ്റ്യൻ വരാം. അതല്ലെങ്കിൽ ആ ഒരു ലോ ആയി കൺസിഡർ ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമായ സ്റ്റേറ്റ്മെന്റുകൾ തന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്പെഷ്യൽ ഡേയ്സ്.
ഇതൊന്നും സിലബസിൽ ഇല്ല. സ്പെഷ്യൽ ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു ഇരുന്ന് കാണാൻ പറ്റില്ല. പക്ഷെ സോഷ്യൽ വർക്കിന്റെ ഏത് എക്സാമുകളിലും ഒരു സ്പെഷ്യൽ ഡേയ്സിനെ കുറിച്ചിട്ടുള്ള ചോദ്യം ഉണ്ടായിരിക്കും. അപ്പം ഒരു വർഷം എടുക്കുമ്പോൾ ആ വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്. ആ 365 ദിവസങ്ങളുടെ എല്ലാ സ്പെഷ്യാലിറ്റി നമ്മൾ പഠിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെന്താക്കുക, കൃത്യമായിട്ടൊരു കുറച്ച് ഒരു സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ഡേയ്സുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ഡേയ്സുകൾ നമ്മൾ എന്താക്കുക, കൃത്യമായിട്ട് കൊടുക്കുന്നു. വേൾഡ് ഫാമിലി ഡേ, ഓൾഡ് ഏജ് പീപ്പിൾസ് ഡേ, അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് ഡേ, ഇത്തരത്തിൽ ഒരുപാട്, വേൾഡ് ഹെൽത്ത് ഡേ, വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ, സൂയിസൈഡ് ഡേ, സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ തുടങ്ങിയ ഒരുപാട് ഡേയ്സുകളുണ്ട്. അതിൽ നിങ്ങൾ എന്താക്കുക, ഓരോ മന്ത്ലി ബേസ് ചെയ്തിട്ട് അത് ചാർട്ട് ഔട്ട് ചെയ്യുക. പഠിക്കേണ്ടത് മാത്രം കൃത്യമായിട്ട് ചാർട്ട് ഔട്ട് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇന്റർനാഷണൽ നാഷണൽ കോൺഫറൻസ്. വ്യത്യസ്തമായുള്ള കോൺഫറൻസുകൾ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം UDHR, അതുപോലെ തന്നെ UNCRC, ഇത്തരത്തിൽ വ്യത്യസ്തമായുള്ള കോൺഫറൻസുകൾ നടത്തും. അവരുടെ വർഷങ്ങൾ, അത് എവിടെയാണ് നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നതാണ്. ഓക്കെ. ഇത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഏജൻസീസ്, എസ്പെഷ്യലി നമുക്ക് അറിയേണ്ടത് UNOനെ കുറിച്ച് അറിയണം. അതുപോലെ UNOയുടെ ഏജൻസികൾ, അതുപോലെ നാഷണൽ ലെവലിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതുപോലെ തന്നെ നാഷണൽ വുമൺ കമ്മീഷൻ, അങ്ങനെ മൈനോറിറ്റി കമ്മീഷൻ, അത്ര കമ്മീഷനുകൾ, ഏജൻസീസുകൾ, അതുപോലെ തന്നെ യുനിസെഫ് ആവട്ടെ, യുനെസ്കോ ആവട്ടെ, അതുപോലെ തന്നെ WHO, ഇത്തരത്തിലുള്ള ഏജൻസികളെ കുറിച്ചിട്ട് അവര് ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതുപോലെ തന്നെ അതിന്റെ ഹെഡ് ക്വാർട്ടർ ആരാണ്, ദെൻ ഇപ്പോഴത്തെ അവരുടെ ഹെഡ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണെന്നും കൂടി നിങ്ങൾ അതിൽ പഠിച്ചു വെക്കുന്നതാണ്. പിന്നെ നാഷണൽ പോളിസീസ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള പോളിസീസ്. ഇപ്പോൾ ചിൽഡ്രൻസ് പോളിസി ഉണ്ട്, അതുപോലെ തന്നെ വുമൺ പോളിസി ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പോളിസീസ് ഉണ്ട്. അവിടെ നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ടത് വർഷം പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ആ പോളിസീസ് വന്ന വർഷം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ദെൻ ഇനി നമ്മൾ നോക്കാൻ മറ്റു കുറച്ച് കാര്യങ്ങൾ, പുതിയ ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കറണ്ട് അഫയർ സംഭവം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താണ്, അതിനെക്കുറിച്ച് നമ്മളൊരു വിജിലന്റ് ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിനെ കുറിച്ചിട്ട് ബോധേഡായിരിക്കും. ഇങ്ങനെ പുതിയ അപ്പോയിന്റ്മെന്റ്, പുതിയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്, അതുപോലെ തന്നെ ലോക്സഭ സ്പീക്കർ ആരാണ്, രാജ്യസഭയുടെ വൈസ് ചെയർമാൻ ആരാണ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അത്തരത്തിലാണ് ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ ചോദിക്കാറുണ്ട്. അത്തരത്തില് പ്രധാനപ്പെട്ട CAG, അത്തരത്തില് പ്രധാനപ്പെട്ടിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ നമ്മൾ എന്താക്കുക, നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സിനെയും നമ്മൾ ഓർത്തു വെക്കുക. നമുക്ക് CUTക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറ്റു പല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമുകളിലൊക്കെ ഈ മിനിസ്റ്റേഴ്സിനെയും അവരുടെ മിനിസ്റ്ററൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആരാണ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ, ആരാണ് എന്ന് ചോദിക്കുക, പലസ്വരങ്ങളെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ആരാണ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണ്, അങ്ങനെ അത്തരത്തിൽ ഓരോ മിനിസ്റ്ററിയും അവരുടെ ഡിപ്പാർട്ട്മെന്റും നിങ്ങൾ എന്താക്കുക, പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്, നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും സംഭവിക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് എന്താക്കും, പ്രത്യേകമായിട്ടുള്ള കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷനെ നിയമിക്കാറുണ്ട്. അപ്പൊ ആ കമ്മീഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ പ്രധാനമായിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പം ബോറെ കമ്മിറ്റി നമുക്കറിയാം, പല തവണയും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടൊരു കമ്മിറ്റിയാണ് ബോറെ കമ്മീഷൻ. ബോറെ കമ്മിറ്റി നടന്നത് 1940-കളിൽ ഇന്ത്യയുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമിച്ചിട്ടുള്ള കമ്മിറ്റിയാണ് ബോറെ കമ്മിറ്റി. അതുപോലെ തന്നെ നമുക്കറിയാം സച്ചാർ കമ്മീഷൻ, അതുപോലെ തന്നെ മുതലിയാർ കമ്മിറ്റി, അങ്ങനെ വ്യത്യസ്തമായ കമ്മിറ്റീസും കമ്മീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അശോക് മെഹ്ത കമ്മിറ്റി, അതുപോലെ ബൽവന്ത് റായ് മെഹ്ത കമ്മീഷൻ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കമ്മീഷനുകൾ, കമ്മിറ്റീസ് ഒക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് ആരാണ് അതിന്റെ ചെയർ, ദെൻ ആരാണ് അതിന്റെ എന്താ പറയാ, ആരാണ് അത് എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ്, ഏത് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ആ കമ്മിറ്റി, അല്ലെങ്കിൽ എന്ത് മേഖലയിലാണ് ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നതാണ്. പിന്നെ റീസെന്റ് നമുക്ക് NTA ഒരു ട്രെൻഡ് കാണാൻ പറ്റുന്നത്, ഒരുപാട് ബുക്സിനെ കുറിച്ചും ഓതേഴ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ടാണ്. ലാസ്റ്റ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അറൌണ്ട് 3 to 4 ക്വസ്റ്റ്യൻസ് എന്തായിട്ടുണ്ട്, ബുക്സ് ആൻഡ് ഓതേഴ്സിനെ കുറിച്ചുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഏരിയാസിലുള്ള ബുക്സുകൾ, ഇപ്പം എസ്പെഷ്യലി സോഷ്യൽ വർക്ക് ആണെങ്കിൽ സോഷ്യൽ കേസ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ, അതുപോലെ സോഷ്യോളജി കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യോളജിയിൽ ഫേമസ് ആയ കുറച്ച് പുസ്തകങ്ങളുണ്ട്. അതുപോലെ സൈക്കോളജി റിലേറ്റഡ് പുസ്തകങ്ങൾ, അതിനൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഓതേഴ്സ് കണ്ടെത്തി കുറച്ച് പുസ്തകങ്ങളുടെ പേര് നമ്മൾ പഠിച്ചു വെക്കാം. എല്ലാം പഠിച്ചു വെക്കാന്നല്ല, കുറച്ചൊരു പുസ്തകത്തിന്റെയും അതിന്റെ ഓതേഴ്സ് നമുക്ക് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം സൈക്കോളജിയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് തിയറീസുകളുണ്ട്. ഇപ്പൊ സോഷ്യോളജിയിലും ഒരുപാട് തിയറീസ് ഉണ്ട്. അതുപോലെ സോഷ്യൽ വർക്കിൽ നമുക്ക് ഒരുപാട് തിയറീസ് പഠിക്കാനുണ്ട്. അപ്പൊ ഈ തിയറീസിന്റെ പ്രൊപ്പൗണ്ടേഴ്സ് ആരാണ്, അത് ആര് പ്രൊപ്പൗണ്ട് ചെയ്ത ആരാണോ, അത്തരത്തിലുള്ള ആ രീതിയിൽ അവരെ പേരും ആ തിയറി നിങ്ങൾ തിയറിയുടെ കൺസെപ്റ്റ് കണ്ടന്റ് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ആ തിയറി ആരാണ് പ്രൊപ്പൗണ്ട് ചെയ്തത് മിനിമം നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. തിയറി പഠിച്ചാൽ നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലതാണ്. പക്ഷെ മിനിമം നമ്മൾ എന്താക്കണം, ആ തിയറിയും ആ തിയറിയുടെ പ്രൊപ്പൗണ്ടർ ആരാണെന്ന് കൂടി നമ്മൾ പഠിച്ചു വെക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു സ്പെഷ്യൽ നോട്ട് നിങ്ങൾ ഇതിൽ ഉണ്ടാക്കുന്നത്. നിങ്ങളെ സിലബസ് കവർ ചെയ്യുന്ന ഒരു നോട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിനപ്പുറത്തേക്ക് ഈ ഒരു ടോപ്പിക്കുകളിൽ എന്താക്കാം, നമ്മൾ നമ്മുടെ ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് കുറച്ച് ഒരു നോട്ട് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ
ഈസി ആയിട്ട് നമുക്ക് CUT എന്നല്ല, ഇനി നടക്കാൻ പോകുന്ന MSWയുടെ ഏതൊക്കെ എൻട്രൻസ് എക്സാം ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.